ഹായ്, എല്ലാവർക്കും കലികാഡീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു എലൈൻ ചുരിദാർ, അതായത് ടോപ്പ് വെട്ടി തയ്ക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. എലൈൻ്റെ ടോപ്പ് എങ്ങനെയാണ് വെട്ടി തയ്ക്കുന്നത്. വണ്ണം കുറഞ്ഞ ഒരാൾക്കാണ്, ചെസ്റ്റ് 32 സൈസുള്ള ഒരാളുടെ എലൈൻ ചുരിദാർ എങ്ങനെയാണ് വെട്ടണമെന്ന് നോക്കാം. തുണി നമ്മൾ എല്ലാത്തിനും മടക്കുന്നത് 4ആയിട്ട് തന്നെ മടക്കി ഇടാണ്. അതായത് ഇങ്ങനെ 2ആയിട്ട് മടക്കിയതിന് ശേഷം രണ്ടായി മടക്കിയിട്ട് ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ മടക്കണം 4ആയിട്ട്. നമുക്ക് ഷോൾഡർ വരുന്നത് 13 ഇഞ്ചാണ്. 6.5 ഷോൾഡർ, ഷോൾഡർ 6.5. നമ്മൾ കൈക്കുഴി 6.5 എടുത്ത് നോക്കിയതിന് ശേഷം അളന്ന് നോക്കണം കറക്റ്റാണോന്ന്. ചെസ്റ്റ് 9, 32 നമുക്ക് ചെസ്റ്റ് കിട്ടിയത്. ൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടി 36, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും ചേർത്തിട്ടാണ് നമ്മൾ ഇവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഒരു ഇഞ്ചൊക്കെ മതി ഇവിടേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ചാണ് നമ്മൾ കൈക്കുഴിയുടെ അളവ് കൊടുത്തിരിക്കുന്നത്. 1/2 ഇഞ്ച് താഴത്തേക്ക് ഇറക്കി നമുക്കിനി മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് 8 നമുക്കിങ്ങനെ അളന്ന് നോക്കുമ്പോൾ 8.25 കിട്ടണം. 8.25 കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. നമുക്ക് 15.5 ഷോൾഡർ കറക്റ്റായിട്ട് കിട്ടിയത്. അപ്പോൾ 16.5 കിട്ടണം. അപ്പോൾ 8.25 16.5 കറക്റ്റാണ് നമ്മുടെ ഷോൾഡർ. ഷേപ്പിൻ്റെ ലെങ്ത്ത് 12.5. അവിടെ വിടുത്ത് നമുക്ക് വരുന്നത് 15.5. അപ്പോൾ 15.5യുടെ പകുതി 15.5 എന്ന് പറഞ്ഞാൽ 31. 15 15 30 31 ഇഞ്ചാണ് നമുക്ക് കറക്റ്റായിട്ട് അവിടുത്തെ വണ്ണം ലൂസോടുകൂടി വേണ്ടത്. അപ്പോൾ അതിൻ്റെ പകുതി 15.5, 15.5യുടെ പകുതി 7.25 നമ്മളിവിടെ അടയാളപ്പെടുത്തണം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. അതിന് ശേഷം ഇവിടെ നിന്ന് ഈ ഷേപ്പ് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് താഴത്തോട്ട് എത്ര വിരിവ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാർക്ക് ചെയ്യണം. നമ്മൾ താഴെ വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് 41 ഇഞ്ചാണ് വേണ്ടത്.
അതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഒരല്പം കർവ് ചെയ്ത് ഒരു ഇഞ്ചിലേക്ക് 1.5 ഇഞ്ചിലേക്ക് കർവ് ചെയ്ത് നമ്മൾ കയറ്റി വെട്ടുന്നുണ്ട്. ലൈനിങ് തൂങ്ങി പോകാതിരിക്കാനാണ് അങ്ങനെ വെട്ടുന്നത്. നല്ല തുണിയിലും അങ്ങനെ വെട്ടണം, കാരണം സൈഡ് തൂങ്ങി കിടക്കാതിരിക്കാനാണ് അങ്ങനെ വെട്ടിയിരിക്കുന്നത്. അതിന് ശേഷം നമുക്ക് കൈക്ക് വേണ്ടിയിട്ട് ഈ മുറിയാത്ത ഭാഗത്തു നിന്ന് കൈ വെട്ടിയെടുക്കണം. അപ്പോൾ കൈയുടെ ലെങ്ത്ത് പതിമൂന്ന് ഇഞ്ചാണ് വേണ്ടത്. നമുക്ക് ഇവിടുന്ന് ഒരു 3.25 ഇഞ്ച് കുഴി കൊടുക്കണം. അപ്പോൾ ഇവിടുന്ന് 8.25 വേണ്ടത്. 8.25 എവിടെയെങ്കിലും ഒരു മാർക്ക് ചെയ്യുക. അതിന് ശേഷം ഒരു 3 മതി. നമുക്കിവിടെ ഇച്ചിരി ഇറക്കം കുറവ് കിട്ടുള്ളൂ. അങ്ങനെ കൈ മാർക്ക് ചെയ്യുക. അതായത് നിങ്ങൾക്ക് അറിയാൻ പാടാത്തവരാണെങ്കിൽ കൈ മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ ആ 8.25 വരച്ച അവിടേക്ക് ഇവിടുന്ന് നേരെ സ്ട്രെയിറ്റ് ഒരു വര വരയ്ക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് നമ്മൾ 1 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് ഇങ്ങനെ കർവ് ചെയ്ത് ഇങ്ങനെ ഇതിങ്ങനെയാണ് കൈ വെട്ടിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് പാകത്തിന് വരും. അത് ഇങ്ങനെയും അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് കുഴിച്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് കുഴിച്ച് ഇതിങ്ങനെ എടുത്താൽ മതി. ഇതിനകത്തേക്ക് ഈ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ ആദ്യം വരച്ചതിന് ഇത് നോക്കണ്ട. ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ കുഴിച്ച് വെട്ടിയെടുക്കുക. അതിന് ശേഷം ഇവിടെ നിന്ന് ഈ 1 ഇഞ്ചിൽ നിന്ന് ഇങ്ങനെ ഈ 1/4 ഇഞ്ചിലേക്ക് നമുക്കൊരു 5 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 1.5 ഇഞ്ചും തയ്യൽ തുമ്പ് കൊടുക്കാം. അതിന് ശേഷം വെട്ടിയെടുക്കാം. ഇങ്ങനെയാണ് സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടുക എന്ന് പറയുന്നത്. ഇങ്ങനെ വെട്ടിയിട്ട് ഇതിങ്ങനെ വളച്ച് ഒരുപാട് ഇങ്ങനെ കൂർപ്പിച്ച് വരാത്ത രീതിയിൽ വളച്ചെടുക്കാം. അതിന് ശേഷം 1.5 ഇഞ്ച് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കാം. കൈ ഇങ്ങനെ വെട്ടിയെടുക്കാം. എളുപ്പവിദ്യയിൽ കൈ വെട്ടുന്ന രീതിയാണ് ഈ പറഞ്ഞു തന്നത്. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളിങ്ങനെ വര വരയ്ക്കുക. അതിനകത്ത് ഒരു 1 ഇഞ്ച് സ്ട്രെയിറ്റ് നേരെ വന്നതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് താഴത്തേക്ക് നമ്മുടെ ഈ പോയിൻ്റ് വരെ നമ്മൾ വരച്ചെടുക്കണം. അതിനുശേഷം വെട്ടിയെടുത്താൽ കറക്റ്റായിട്ട് കൈക്കുഴി കറക്റ്റായിട്ട് കിട്ടും. ഇതിൻ്റെ കണക്ക് വരുന്നത് അടുത്ത ദിവസം കണക്കിൻ്റെ ക്ലാസ് പറഞ്ഞു തരാം. അതിനെനിക്ക് ഒരു മൈക്ക് സെറ്റാക്കി കിട്ടിയില്ല. ഒരെണ്ണം വന്നത് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അത് റിട്ടേൺ അയച്ചേക്കാണ്. എനിക്ക് മൈക്ക് കിട്ടിയതിന് ശേഷം വേണം ക്ലാസ് തുടങ്ങാനായിട്ട്. നമുക്കും കുറച്ച് തിരക്കുകളൊക്കെ കാരണം കൊണ്ട് ക്ലാസ് ആദ്യം മുതലേ പറഞ്ഞു തരാം. നല്ല തുണി അതുപോലെ തന്നെ 4ആയിട്ട് മടക്കിയിടണം. നമ്മൾ നല്ല തുണിയുടെ മുകളിൽ ലൈനിങ് വെച്ച് ഇത് 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇച്ചിരി കൂട്ടി കട്ട് ചെയ്യുന്നത് നല്ല തുണി.
കറക്റ്റ് അളവിന് തന്നെയല്ല, കുറച്ച് കൂട്ടിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. കുറച്ച് സ്ഥലം പ്ലെയിൻ ആയിട്ടുള്ള തുണിയാണ്, അപ്പോൾ നമ്മളത് നോക്കിയിട്ട് വേണം വെട്ടിയെടുക്കാൻ. തേരും വരുന്ന രീതിയിലാണ് നീളത്തിലിട്ടിട്ടാണ് 4ആയിട്ട് മടക്കിയിട്ടത് ഞാൻ തുണി കട്ട് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ കൈയാണ് നമുക്ക് വെട്ടിയെടുക്കേണ്ടത്. നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ കൈ വെട്ടിയെടുത്തത് വെച്ച് കൈ വെട്ടിയെടുത്തു. അപ്പോൾ 4 പീസ് രണ്ട് കൈയും അതിനകത്ത് വരുന്നുണ്ട്. നമ്മുടെ എല്ലാ സ്റ്റിച്ച് വെട്ടിയെടുത്ത് കഴിഞ്ഞ് ഇനി കഴുത്ത് കൂടിയാണ് വെട്ടിയെടുക്കാനുള്ളൂ. നമ്മൾ കഴുത്ത് വെട്ടിയെടുക്കുന്നതിന് അകലം 2.25 ഒരു പോയിൻറ്റും വെച്ചിട്ടുണ്ട്. ലെങ്ത്ത് 6 ഇഞ്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. നെക്കാണ് മാർക്ക് ചെയ്തെടുത്തതിന്. അതിനുശേഷം ഇവിടെ ഒരു 1/2 ഇഞ്ചൊക്കെ ഗ്യാപ്പിട്ട് നമ്മളിതിൻ്റെ പുറത്തേക്കുള്ള ഒരു യൂവും കൂടി വരച്ചെടുക്കണം. പുറമേ ഉള്ള വരയൊക്കെ വെട്ടിയെടുക്കണം. അതിന് ശേഷം ഇവിടെ നമ്മൾ ഇതിങ്ങനെ വെട്ടിയെടുക്കും. നമ്മൾ യൂനെക്ക് വെട്ടിയെടുക്കും ഫ്രണ്ടിലേക്ക്. ഇനി ബാക്ക് സൈഡിലേക്ക് നമുക്ക് ഒരെണ്ണം വെട്ടിയെടുക്കണം. ബാക്കിലൊരു 4 ഇഞ്ചാണ് ഇറക്കിയിട്ടുള്ളൂ. തുടക്കക്കാരൊക്കെ വെട്ടുമ്പോൾ നമ്മളിവിടെ സ്റ്റാപ്ലറൊക്കെ അടിച്ചിട്ട് വെട്ടാണെങ്കിൽ നീങ്ങി പോവാതിരിക്കും. നമ്മളിങ്ങനെ വർഷങ്ങളായിട്ട് വെട്ടി പരിചയമുള്ളതുകൊണ്ട് അത് കറക്റ്റായിട്ട് അവിടെ നിന്നോളൂ. പിന്നെ പോവാതെ വെട്ടിയെടുക്കാനുള്ള പ്രാക്ടീസ് ആവണ വരെ ഒരു സ്റ്റാപ്ലറൊക്കെ വെച്ചടിച്ച് കഴുത്ത് വെട്ടിയിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ വെട്ടിക്കഴിഞ്ഞു. നമ്മളെന്നും ഒട്ടിക്കുന്നത് കാണിക്കാറുണ്ട്, എന്നാലും ബിഗിനേഴ്സ് ആരെങ്കിലും കാണുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഒരു ഗ്ലേസിങ്ങുള്ള വശമുണ്ട്. അത് നമ്മൾ തുണിയുടെ ചീത്ത വശത്തേക്ക് ഒട്ടിച്ചു കൊടുക്കണം. തേപ്പൊട്ടി ചൂടായതിന് ശേഷം നമ്മളിങ്ങനെ ഒട്ടിച്ച് ഇങ്ങനെ വെച്ച് കഴുത്തിൻ്റെ അകലം കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം വേണം ഒട്ടിക്കാൻ.
കഴുത്ത് കറക്റ്റാണോ എന്ന് നോക്കണം ഒട്ടിച്ച് ചെയ്യുമ്പോൾ. ഈ ക്രേപ്പിൻ്റെ തുണി ആയതുകൊണ്ട് ചൂട് കൂടുതലുള്ള കാരണം കയറി പിടിക്കും. ശ്രദ്ധിച്ച് വേണം ഒട്ടിക്കാനായിട്ട്. ലൈനിങ് ക്രേപ്പിൻ്റെ തുണി ഇട്ട് കൊടുത്തേക്കണം. നമ്മളിങ്ങനെ ഒട്ടിക്കുമ്പോൾ ചുളിവ് വരാതെയും കയറി പിടിക്കാതെയും ശ്രദ്ധിച്ചിട്ട് വേണം ക്രേപ്പിൻ്റെ തുണിയിൽ ഒട്ടിക്കാനായിട്ട് കഴുത്ത്. അങ്ങനെ ചെറിയൊരു ചൂട് മതി ക്രേപ്പിൻ്റെ തുണിയിൽ കയറി പിടിക്കാനായിട്ട്. ക്രേപ്പ് ലൈനിങ് ഇടുമ്പോൾ ഇങ്ങനെ ഇത് ഒട്ടിക്കാനൊക്കെ ഇങ്ങനത്തെ തേപ്പൊട്ടിയാണ് നല്ലത്. നമ്മൾ തേക്കിന് വെള്ളം സ്പ്രേ ചെയ്യുന്ന തേപ്പൊട്ടി തേക്കാൻ നല്ലത് ഒട്ടിക്കാൻ ഇങ്ങനത്തെ തേപ്പൊട്ടിയാണ്. വേഗം പതിഞ്ഞിങ്ങനെ ഇരുന്ന് പോകും. രണ്ടും ഒട്ടിച്ചെടുത്തുണ്ട്. നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. ഒരു 1/4 ഇഞ്ച് രണ്ടും നമ്മളിങ്ങനെ സൈഡ് 1/4 ഇഞ്ചിൽ നിർത്തി ഇത് ചെയ്തിട്ടുണ്ട്. വേഗം നല്ല യൂവിൽ തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഫുൾ ലൈനിങ് നല്ല തുണി കൂടി അറ്റാച്ച് ചെയ്യാണ്. ഇതിൽ എക്സസ് വന്നതൊക്കെ നമുക്ക് വെട്ടിക്കളയാണ്.
ഇതിൻ്റെ നടുക്ക് നമ്മളൊരു മാർക്ക് കൊടുക്കാണ്. നല്ല വശം കൂടി ചേർത്ത് വെച്ചതിന് ശേഷം കഴുത്തടിക്കുകയാണ്. ഇവിടെ നടുക്ക് ഇങ്ങനെ ഒന്ന് അടിച്ചു വെച്ചാൽ കഴുത്ത് തെന്നി മാറി പോകാതിരിക്കും. ഈ വക്രത്തുമ്പോൾ കൊള്ളാതെ കഴുത്തടിച്ച് എടുക്കണം. അതിനുശേഷം നമ്മൾ കഴുത്ത് 4 ഇഞ്ച് നിർത്തിയിട്ട് ബാക്കിയിട്ട് വെട്ടിയെടുക്കളയാണ്. ബാക്ക് കഴുത്താണ് നമുക്ക് ഫ്രണ്ട് കഴുത്ത് അറ്റാച്ച് ചെയ്ത് വച്ചിരിക്കുന്നത്. നേരത്തെ ഫ്രണ്ട് കഴുത്ത് മറിച്ചടിച്ചതിന് ശേഷം ഇവിടെ പതിച്ചടിച്ചിട്ടുണ്ട്. അതിന് ശേഷം നല്ല വശം ഇങ്ങനെ ചേർത്ത് വെച്ച് വയ്ക്കുക. ഇത് നമുക്ക് ഇങ്ങനെ മറിച്ചടിക്കേണ്ടതാണ്. അതിന് മുമ്പ് ഈ കഴുത്തുകൾ നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയ്ക്കിലേക്ക് കഴുത്തടിച്ചതിൻ്റെ ഇതിങ്ങനെ നിവർത്തി വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്കിലേക്ക് കയറ്റി വയ്ക്കുക. അതിനുശേഷം ജോയിൻ ചെയ്യുക. ഇങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പുറത്തെയും ഇത് ലോക്ക് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ തിരിച്ചിടാം. നമുക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കഴിയുമ്പോൾ നല്ല ക്ലിയറായിട്ട് നല്ല വൃത്തിയായിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ അടിക്കുന്നത്. നമ്മളിനി ഇത് ലോക്ക് ചെയ്തിട്ട് വരണം. നമ്മൾ കൈ അടിയിൽ മടക്കി അടിക്കാണ്. ലൈനിങ് ആയിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം തുണിയിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കണം. ശേഷം നമ്മൾ കൈയുടെ അടി മടക്കി അടിക്കുകയാണ്. രണ്ട് കൈ ഇങ്ങനെ അടിച്ചെടുത്തിട്ട് കാണാം. കൈയുടെ നടുക്ക് നമ്മളിങ്ങനെ നോച്ച് കൊടുക്കാം. അതിന് ശേഷം കൈ അറ്റാച്ച് ചെയ്യണം.
നടുക്കുന്ന ഇങ്ങനെ ഒരു സൈഡിലേക്ക് ആദ്യം അടിച്ചു പോകണം. നമ്മൾ 4 മടക്കിയിട്ട് കൈയൊക്കെ അടിച്ച് ലോക്കൊക്കെ ചെയ്തതിന് ശേഷം 4 മടക്കിയിട്ടതിന് ശേഷം നമ്മൾ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കണം. 9 ഇഞ്ച് ചെസ്റ്റിൻ്റെ അളവ് 9 ഇഞ്ച്, ഷേപ്പ് ലെങ്ത് 12.5, 7.25 അവിടെ. കൈ താഴെ 5 ഇഞ്ച്, അപ്പുറ സൈഡിൽ നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയിരുന്നു മാർക്ക് ചെയ്തിട്ടുണ്ട്, അതൊന്നുകൂടി നോക്കണം. ഇങ്ങനെ ഒരുമിച്ച് വെച്ചതിന് ശേഷം സൈഡ് അടിച്ച് ക്ലോസ് ചെയ്യണം. നമ്മൾ രണ്ടാമതും ഒരു അടിപ്പ് ഇട്ട് കൊടുക്കണം. അങ്ങനെ 2 അടിപ്പ് ഇട്ട് കൊടുത്തിട്ട് വേണം രണ്ട് സൈഡിലും ഇങ്ങനെ അടിപ്പിട്ട്
ശേഷം നമ്മൾ അടി മടക്കി അടിക്കണം. ഇവിടെ ലോക്ക് ചെയ്യണം. ചെറിയ സൈസ് ഏലയും ചുരിദാർ അടിച്ചു കഴിഞ്ഞു. ഇത് ലൈനിങ്ങും കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് ഇങ്ങനെ അടിച്ചേക്കുന്നത്.